സോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് വീഡിയോസിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. സോ ബ്ലഷും പുട്ടിയും ഐലൈനറുമായിട്ട് മുട്ടാത്തുണ്ട് ബ്ലഷ്. സോ ഞാൻ അതുകൊണ്ട് ബ്ലഷ് ലൈറ്റിങ് ഷെയ്ഡൊന്ന് നിങ്ങൾ പെത്തിയിടുന്നുണ്ട് കേട്ടോ. സബ്സ്റ്റിക്ക് ഞാനിപ്പോൾ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. പാടിന് വരുന്നത് പെട്ടെന്ന് തന്നെ കയറ്റി വെക്കും കേട്ടോ. ഗൈസ് എൻ്റെ പെൻസിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തപ്പൊടി വെച്ചിട്ട് ഡ്രസ്സിന് ഞാനൊന്ന് ഇത്ര നേരം ഉണ്ടായിരിക്കട്ടെ ലൈറ്റായിട്ടുള്ള ഇടാൻ പോവുകയായിട്ടോ. ഇപ്പം തന്നെ ബരൂസ എന്ന പുതിയ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ 8 മണിക്ക് ഞാനെത്തിൻ്റെ പകുതിയായിട്ട് തന്നെ തരുന്നു. ഞാനൊന്നും ഉണ്ടായിരുന്നത് ശരിക്കും ഞാൻ മനസ്സിൽ പോയിട്ട് സോറി ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. സോ ഞാൻ അങ്ങോട്ട് പോയി ആണ് തുള്ളിപ്പറഞ്ഞ് ചാടി. അങ്ങനെ ഞാൻ എന്താണ് തുള്ളിപ്പറഞ്ഞ് ചാടിപ്പറഞ്ഞ് പോയി. ഞാൻ എന്തോ എടുക്കാൻ പിന്നെ എനിക്ക് പോലും അറിയാം. അപ്പോഴാണ് എനിക്ക് പിടിയിട്ടേ. സോ അങ്ങനെ സോ എനിക്ക് ഇവിടെയാണെങ്കിലും പിടിക്കാനൊക്കെ വെക്കാനുള്ള സ്ഥലം ഞാൻ ഫൈനൽ എന്തായാലും ചെയ്യും. അതില്ലാതെ എൻ്റെ മേക്കപ്പ് ഫുള്ള് കൊള്ളാവും. ഫൈനൽ ടച്ച് അവിടെ ആ സമയത്ത് അടുത്തായിട്ട് എല്ലാവരും ചെയ്തു. സോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റിങ് ഷെയ്ഡായിട്ട് എടുക്കുന്നത്. ഞാൻ പോയി എഴുതിയിട്ട് വരാം. ഇത് എഴുതുമ്പോൾ തന്നെ എൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയണേ, എനിക്കിത് ഭയങ്കരമായിട്ടൊന്നും എഴുതാം. സോ ഞാൻ അവിടെ പോയി എഴുതും. എന്നിട്ട് ഇവിടെ വന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കും ഗൈസ്. നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കും നിനക്ക് എന്നെ എഴുതാനൊന്നും അങ്ങനെയായിട്ട് പോലും വൃത്തിക്കായിട്ട് പോലും. സോ ഞാൻ ഇനി എൻ്റെ ഇത് പൊട്ടിയിട്ട് ശരിയാക്കോട്ടോ ഗൈസ്. പൊട്ടിയത് പൗഡർ ഇട്ട്. സോ ഞാൻ പൗഡർ ഇടുവാണെങ്കിൽ എല്ലാവരും ഞാൻ പൊട്ടി ഇട്ടു എന്ന് ചേട്ട് പറഞ്ഞു. ഞാൻ അത്രയും പത്താറില്ല, എന്നാലും പറയും അച്ചടി കാരണം കൊണ്ട് തന്നെയായിട്ട് എനിക്ക് നോക്കിയിട്ട് അങ്ങനെ ഒരു വൃത്തികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ അമ്മ സൂക്ഷിച്ചിരുന്ന വേറെയുള്ള ഈ കളർ. സോ അത് ഞാൻ എന്താണ്ട് ഈ എന്നത് പോയി. സോ അങ്ങനെ ഞാൻ ശരിക്കും മറന്നുപോയി. സോ അതെടുക്കാൻ പോകണം. ഞാൻ വിളിച്ച് ഞാൻ അച്ഛൻ ചെയ്തിട്ട് വരാം. എടുക്കാൻ വന്നായിരുന്നു മറന്നുപോയി കഴിച്ചു. ഇനി പറയണേ അപ്പത്തേനും ഞാൻ എൻ്റെ ഫാസ്റ്റിനും മറന്നുപോയി ഗൈസ്. എൻ്റെ അനിയത്തിയായിട്ട് ഈ പരിപാടി കപ്പിച്ചിടാട്ടെ. നല്ലൊരു മണമായിരുന്നു എനിക്ക് ചോദിച്ചു. ലൈറ്റ് ആയിട്ടതൊരു കിൽച്ചർ ഷെയ്ഡ് തരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് കണ്ടായിട്ട് കാണാതെ മനസ്സിലാവും. നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യണം നോക്കട്ടെ. എൻ്റെ പേരെന്ന് പറയുന്നത് ഡോയി എന്നാണ് കേട്ടോ. ഞാൻ ബാക്കി ഇതാട്ടോ ഈ സാധനം.
നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടൊരു സാധനം ഞാൻ ചെയ്തേക്കാം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് ഇത് അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ ഇതിന് നല്ല മണമുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഈ ഒരു അമ്മയ്ക്ക് അമ്മയുടെ കൂട്ടുകെട്ടി കൊടുത്തിട്ട് കിസ്. ഞാനിത് കൊണ്ടേ വെക്കുന്നുണ്ട്. പോലെ തന്നെ എൻ്റെ എൻ്റെ അടിത്തിടങ്ങാണ്. സോ അത് ഞാനൊരു തുള്ളിക്ക് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എൻ്റെ മുഖത്തെല്ലാം അലങ്കരിപ്പണി പഠിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഇത് ചെയ്യാൻ മറന്നു പോയി. ഞാൻ ബ്ലെൻഡാക്കി ഇടുന്നുണ്ട്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനിത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ബേബി ഷവർ മെഡിൻ്റെ കോഡ് ലോഷൻ ആയിരുന്നു. സോ അതപ്പോഴാ കടയിൽ ഇല്ലാട്ടുണ്ട്. കെട്ടപ്ല ബേബി അതിന് ഇതാട്ടോ നല്ല അത്യാവശ്യം വേണോ ഉണ്ട്. താനും നമുക്ക് വലിയവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ നെക്ക്, ഹാൻഡ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡ്രസ്സിലും നമുക്കിത് അത്യാവശ്യമാണ്. സോ ഞാൻ നല്ല മണുപ്പിൻ്റെ മുഖത്തൊന്നും കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ഇതിനി പടരും. അതുകൊണ്ടാണ് ഞാൻ പോത്തിൻ്റെ ഒരു കുഞ്ഞ് ഇപ്പം തന്നെ എൻ്റെ മുഖത്ത് ഞാൻ എന്തൊക്കെ ചെയ്യും എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഞാൻ ഇത്ര എടുത്തിട്ട് അത് ഞാൻ വരക്കിടന്ന് പൊത്തുന്നായിരുന്നു. വയസ്സും ഇതൊരു സിനിമ ആണ് പറഞ്ഞല്ല. ആറ്റിറ്റ്യൂഡ് നല്ല ഇതും വേണം. അതുകൊണ്ട് മര്യാദക്കിരിക്കണം. അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് ഓക്കെ നമുക്ക് ആറ്റിറ്റ്യൂഡ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾ നോക്കോ, ഞാൻ ക്യാമറ തന്നെ എന്തിനാ വന്ന പണിയാണ്. വേറെ എവിടെയും പണിയാൻ ഇടി. എനിക്ക് അതിനകത്ത് വന്ന പണിങ്ങനെ മര്യാദ സമാധാനം ഇല്ല. അങ്ങനത്തെ ഫസ്റ്റ് കയറിപ്പോന്നു പോലെ. സോ ഈ ഒരു ടൗൽ അതായത് ശ്രദ്ധിക്കേണ്ട ഗൈസ്. സോ ഞാൻ എന്തൊക്കെയോ അലങ്കാരപ്പണിയൊക്കെ ഇത് പോകണം. അപ്പോൾ ഞാൻ എന്തോ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ ചെയ്യും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ഒന്ന് ഞാൻ ശരിക്കും ഇരുതെടുക്കാറുള്ള ഒരു കുഞ്ഞിപ്പെട്ട ഒരു കിൽറ്ററിൻ്റെ വൈറ്റ്നിങ് തൊടുന്നുണ്ട് കേട്ടോ. ഞാൻ തുള്ളിച്ചെടി മഞ്ഞപ്പൊലി ഞാൻ അങ്ങോട്ട് വീണ്ടും പോവാണ്. മറ്റ് ഇവിടുത്തെ നിൽക്കുന്നത് ഇത്തിരി ഓവറായെന്ന് വിചാരം എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ തുള്ളിച്ചെടി പോവുകയാണ്. തുള്ളിച്ചാടി കാലം ഞാൻ പോയി. അത് ഞാൻ താഴോട്ടിട്ടായിരുന്നു. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട ഒരു. സോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇനി ഞാൻ എന്താണ് നിലത്താണെന്നുള്ള പരിപാടിയായിരിക്കും കൂടുതൽ നിങ്ങളെ കാണാൻ പോകുന്നത്. നിലത്തോട്ടിട്ടുണ്ട്. ഗൈസിന് വീണിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ എനിക്ക് വെറുതെ ഞാൻ കുളിപ്പിച്ച് എൻ്റെ തൊട്ടടുത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ ഗൈസ്. വെറുതെ എന്നെ കുനിപ്പിച്ചിട്ട് ഗൈസ് കാല് പെയിൻഫുള്ളായിരുന്നു. സോ ഞാനത് ശ്രദ്ധിക്കാൻ മുട്ടുപിടിച്ച് ഇത്തിരി ഒരു ഞാൻ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു. അപ്പോൾ എനിക്കിനി വേണ്ടത്. സോ ഞാൻ ഫോണൊന്നും ഒന്നതിന് നല്ല വേദന പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്. എനിക്കിത് നടക്കാൻ പോലും ഞാൻ കുഞ്ഞു പോവാട്. ഒന്നാമത്തെ റൈറ്റ് ആയതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് നമുക്ക് പ്രത്യേകപ്പെട്ടതാണ്. അതുപോലെ ലെഫ്റ്റ്. സോ ഈ ഒരു കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാ ടെപ്പും കഴിഞ്ഞുള്ള എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി എനിക്ക് വേണ്ടത് ഐലൈനർ കണ്ണിൻ്റെ താഴെ എഴുതാനുള്ളൊരു സാധനമാണ്. അത് വരുമ്പോൾ ആ മിനി വ്ളോഗ് ഇടുന്നതായിരിക്കുന്നതാണ്. അവർ വരുമ്പോൾ തന്നെ വീണ്ടും പിന്നെ വണ്ടി കയറുന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ സമയം കിട്ടാൻ ചെയ്യും. പക്ഷേ ഞാൻ ഇരുന്ന് അതെന്തായാലും കാരണം അന്നേരം എനിക്ക് പിടിക്കാനുള്ള ആളുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കയ്യിലുണ്ടോന്ന് ചേച്ചി കുട്ടിയതാണ് അല്ലടാ ചേച്ചിക്കുള്ള. അപ്പം താറ്റ ബൈ ബൈ എല്ലാവർക്കും അന്നേരത്തെ നിങ്ങൾ. അപ്പം ഞാൻ പോയി ചോറും കൊണ്ടെടുത്ത് സിനിമയ്ക്ക് പോകാൻ റെഡി ആവട്ടെ. അപ്പം താറ്റ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ കാണും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. അപ്പം താറ്റാ.